ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവരുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് ആയാലും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്ന് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നോക്കാം ഇവരുമായിട്ട് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ ഇതിൽ വരുന്ന ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റേതാണെങ്കിൽ നിങ്ങൾ ഇതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ ഒരു എനർജി ഇവിടെ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ അവരുടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ തന്നെ ഒരു എനർജി ആയിരിക്കണേ വരിക എന്നുള്ളത് ഒന്നൊരു 5 സെക്കൻഡ്സ് പ്രാർത്ഥിക്കുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് അവയർനെസ്, നമ്പർ 1 കാർഡ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്രൗൺ ചക്ര ആൻഡ് 1 മോർ. ഓക്കെ, വിസ്ഡം. Three of Cups, 8 of Wands, Temperance, 9 of Swords, 9 of Cups, the Empress, and 1 more, 2 of Pentacles. ഓക്കെ, നമുക്കിനി ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി നോക്കാം. Three of Pentacles, Page of Cups, 4 of Cups, the Lovers, the Sun. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ അകന്നു പോവാൻ ഏത് രീതിയിലാണ്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല, പഴയ അത്ര സ്നേഹമൊന്നുമില്ല, അങ്ങനെ ഏതൊരു അവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിലും ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങൾ അകന്നു പോയത് ഒരു തേർഡ് പാർട്ടി കാരണം തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യമാണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആവാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പരസ്പര സ്നേഹം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ
ഇനിയിപ്പോൾ ഒട്ടും ക്ഷമയില്ലാതെ വീഡിയോ കണ്ട് പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വന്നവരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ. കാരണം ഇവിടെ നമുക്കറിയാം അവസാനമായിട്ട് വന്നിരിക്കുന്ന കാർഡ് പോലും ദ സൺ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രകാശം, ആ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഒട്ടും ക്ഷമയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്കത് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഇത് വളരെ എളുപ്പമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. വളരെ സിമ്പിളായിട്ട് ഇവിടെ ഈ കാർഡ് വന്ന പോലെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ 2 വ്യക്തികളുടെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളാണ് തീർച്ചയായിട്ടും ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ എന്താണ് എന്ന് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അത്രയധികം മെന്റലി ഡിപ്രസ്ഡ് ആയി പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറി വരുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അത്രയധികം നിങ്ങളെ ഇത് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് എല്ലാം ഈസി ആയിട്ട് വരുന്ന, ഈസി ഗോയിങ് ആവുന്ന സംഭവമല്ല. നിങ്ങൾ ഈ ഒരു നമ്മളുടെ ഈ സൺ കാർഡിൽ കണ്ടതുപോലെ ആ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു വെളിച്ചം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകൾ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഏകദേശം നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ 2 പേഴ്സൺസിന്റെ എനർജി അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നാണല്ലോ. അപ്പോൾ ഒരാളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അടുത്തൊരു കപ്പിളിന്റെ. അപ്പൊ അത് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ചിലവര് ഇപ്പൊ തന്നെ ഒരുപാട് അനുഭവിച്ച് അത്രയധികം അടുത്തവരായിരിക്കാം. ചിലവര് ഈ ഒരു സ്റ്റേജിലൂടെ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, ചിലർ ഇതിന്റെ ഒരു പാതി വഴിക്കായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മളിത് പേഴ്സണൽ റീഡിംഗ് അല്ലല്ലോ, ജനറൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് സഫർ ചെയ്തിട്ട് മാത്രം ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന വ്യക്തികളെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെയിൻ ആയിട്ട് എടുത്ത കാർഡ്സിൽ വരുന്ന ക്രൗൺ ചക്ര പോലും പറയുന്ന അതാണ്. കാരണം നിങ്ങളെപ്പോ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മനസ്സിലായി നിങ്ങളുടെ ലൈഫ് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല. ഇനിയിപ്പോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഒരു ജീവിതം ആരംഭിച്ചാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ലൈഫ് ഞാൻ ആർക്കും സറണ്ടർ ചെയ്യാനുള്ളതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിവൈൻ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഇത്രയും നല്ല ഒരു പ്യുവർ സോളും ബോഡിയൊക്കെ ആയിട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഞാൻ അത്രയും എന്നെ ദൈവം നല്ലൊരു ഇത് തന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സെൽഫ് വാല്യൂ നമ്മൾ മനസ്സിലാക്കുക, സെൽഫ് റെസ്പെക്റ്റ് മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ്സിലാണെങ്കിലും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ അതുപോലെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന വ്യക്തികളോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ അന്വേഷിച്ച് പിന്നീട് ഈ ഒരു പേഴ്സൺ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ അവരുടെ ലൈഫിൽ മുന്നോട്ട് പോയി ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് അവരൊന്ന് ഹീലായി, അവരൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായി. ഇനി ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കിപ്പോ തനിയെ പോകാനുള്ള പ്രാപ്തിയായി ഇവരെപ്പോ ആവുന്നോ, ലൈഫിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളാണല്ലോ, അങ്ങനെ അവരെപ്പോ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു അപ്പോഴാണ് ഈ വ്യക്തികൾ അവരെ അന്വേഷിച്ച് തിരിച്ചു വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ അവരെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് അവരെ ചേസ് ചെയ്തിരിക്കുമ്പോൾ ഇത് സാധിക്കില്ല. അതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടി എന്ന് പറയുന്നവരോട് തീർച്ചയായിട്ടും ചോദിച്ചു നോക്കാം. എപ്പോ അവരവരുടെ ഒരു സെൽഫ് ലവ് ചെയ്ത് അവരുടെ വഴിയിലേക്ക് അവർ പോയി, ഇവരില്ലെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അവരുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, ദുഃഖമില്ലെന്നല്ല, പക്ഷെ അവര് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ വരാനുള്ളവരിവിടെ തിരിച്ചു വരുള്ളൂ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് പറയുന്ന കാര്യം. ഇവിടെ നിങ്ങൾ വിഷമിച്ച് കരഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ പേഴ്സൺ ഒത്തിരിയധികം സന്തോഷിച്ച് മറ്റൊരിടത്ത് ഉണ്ടായതായിട്ട് നമുക്കിവിടെ ഈ സ്പ്രെഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവരവിടെ ചിലപ്പോൾ എൻജോയ്മെന്റ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള എൻജോയ്മെന്റ് ഇങ്ങനെ പല കാര്യങ്ങളിലും മുഴുകിയിരുന്നിട്ടുണ്ടാവാം, നിങ്ങളിവിടെ കരഞ്ഞിട്ടുണ്ടാവാം.
അങ്ങനെ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ചിലവര് ഒരുമിച്ചുണ്ടെങ്കിൽ പോലും ഇതൊന്ന് ഹാൻഡിൽ ചെയ്ത് ഒന്ന് താഴെ വീഴാതെ പൊട്ടാതെ കൊണ്ടു നടക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്നവരുണ്ടാവാം. അങ്ങനെ പല രീതിയിൽപ്പെട്ട വ്യക്തികളും ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നിങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കർമ്മ ബേസിലായിരിക്കാം നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരിക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടില്ലേ ആ ഒരു എംപ്രസ്, അതായത് എപ്പോൾ നമ്മളുടെ ആ ഒരു സ്വയം പര്യാപ്തത തിരിച്ചറിഞ്ഞ് നമുക്ക് എല്ലാം ഉണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചുറ്റുമുണ്ട്, നമ്മളുടെ ആ ഒരു സെൽഫ് ലവ് എല്ലാം ചെയ്ത് നമ്മൾ വളരെ ഇവരെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോളിൻ്റെയാണ്, ഫിസിക്കലി അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എപ്പോഴും ഡബിൾ മൈൻഡഡ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഏതൊരു സാഹചര്യത്തിലും ചിലപ്പോൾ നല്ലൊരു തീരുമാനം എടുത്തൊക്കെ വന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു ആരംഭശൂരത എന്ന് പറയുന്ന പോലെ നല്ലതായിട്ടൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പതിയെ ആള് ഡിമ്മാവും. അതായത് വീണ്ടും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പല ചോയ്സിലേക്ക് പോകൽ, ഇങ്ങനെയുള്ള ഒരു നേച്ചറുള്ളൊരു പേഴ്സണെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഇപ്പൊ ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്, അതായത് ആ ഒരു ഡബിൾ മൈൻഡ്. അപ്പൊ ഇത് മാറിയെടുക്കാനായിട്ട് കുറച്ച് കാലങ്ങൾ പിടിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇത് പോകാനായിട്ട്. അതിന് നിങ്ങൾക്ക് ഇവര് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ക്ഷമയും ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടതാണെന്നുള്ളൊരു തോട്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഇത് കണ്ടില്ലേ, പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. ഈ 4 of Cupsന്റെ പോലെ ആകെ ഒരു നിരാശയായിട്ട് എന്താണ് ചെയ്യേണ്ടത്, മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പുറത്തുള്ളതൊന്നും കാണുകയുമില്ല, നമുക്ക് കിട്ടുന്ന അവസരം കാണുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ മെയിൻ കാർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നതിൽ തന്നെ അവയർനെസ്, ക്രൗൺ ചക്ര ആൻഡ് വിസ്ഡം, ഇതും പറയുന്നത് അത് തന്നെയാണ്. എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവെയർ ആണ്, പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല. എപ്പോൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിസ്ഡം, ആ ഒരു നോളജ് നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ആ ഒരു പ്രകാശം എന്ന് നമ്മളിവിടെ പറയുന്ന സൺ കാർഡ് പോലെ ഉള്ള കാര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലായി പോവുക. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടിയും ഫുള്ളി അവർക്ക് സറണ്ടർ ആയിട്ട് ഇരിക്കാതിരിക്കുക. നിങ്ങൾ ഒരു തീർത്തും പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം നമ്മളുടെ ഈ ആഗ്രഹിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്, ചിലവർ ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സൺ എൻ്റെ കാൽച്ചോട്ടിൽ തന്നെ കിടക്കണം, എങ്ങും പോകരുത്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. ചിലവർ അങ്ങനെയല്ല, എനിക്കൊരു കെയറിങ്ങും പരിഗണനയൊക്കെ തന്നാൽ മതി, എന്നെയും കൂടി ഒന്ന് സ്നേഹിച്ച് പോകണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം മനുഷ്യന്റെ തോട്ട്സ് വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ അതും കൂടി ഒന്ന് ബാലൻസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഹീലിങ്ങിലൂടെയൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഇവിടെ നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ഡിവൈൻ മെസ്ക്യുലിൻ, ഡിവൈൻ ഫെമിനിൻ എനർജിയിലുള്ള 2 വ്യക്തികളാണ്. നിങ്ങൾ കൂടിച്ചേരേണ്ടുന്ന ആ ഒരു വ്യക്തികൾ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ 2 എക്സ്ട്രീമിറ്റിയിലുള്ള 2 വ്യക്തികളാണ് നിങ്ങൾ കൂടിച്ചേരേണ്ടുന്ന, ഒറ്റ സോളാവേണ്ട ആൾക്കാരാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനൊക്കെ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെയുള്ള നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമാസ് നമ്മളെ അതിൽ പിടിച്ചിടും. അപ്പൊ നമ്മൾ ചിലപ്പോൾ കൂടുതൽ സഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ അറിഞ്ഞിരുന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ കുറച്ച് സഫറിങ്ങിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടമ്പകൾ കടക്കണം. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒന്നും അമിതമായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളിപ്പോൾ ഹീലിങ്ങിലല്ല, ഒരുപാട് വ്രണപ്പെട്ട് ഒരുപാട് ടെൻഷൻ ഡിപ്രഷനിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. അപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ള ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ്, ലൈഫിൻ്റെ ഒരു ബാലൻസ് കിട്ടുകയുള്ളൂ. നിങ്ങൾ ആ 2 പേരും, ഞാൻ ഇതിന് മുൻപുള്ള ഒരു റീഡിങ്ങിൽ പറഞ്ഞ പോലെ 2 പേരും ഒരു വഴിയിലേക്ക് വരണം. 2 പേരും 2 വേറെ വേറെ വഴികളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ 2 പേരും ചേർന്ന് ഒറ്റ വഴിയിലേക്ക് സഞ്ചരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ആഗ്രഹിച്ച ബാലൻസ്, ഒരു പൂർണ്ണത കിട്ടുക.
ആ ഒരു എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഫ്യൂച്ചർ വരിക. അപ്പോൾ അതിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വന്നു അല്ലെങ്കിൽ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ ഒരു ഫുൾ ഇത് അവിടെ കൊണ്ടേ കൊടുത്ത് നിങ്ങൾ സീറോ ആയി പോകരുത്. മനസ്സിലായില്ലേ? എനർജി ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ചിലവർ ഫുൾ എനർജിയും അപ്പുറത്തേക്ക് കൊടുക്കും, അവിടെ നമുക്ക് ഇങ്ങോട്ട് ഒന്നുമില്ല, അപ്പൊ നമ്മളുടെ എനർജി സീറോയാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ആഗ്രഹങ്ങൾ തന്നെ ലിമിറ്റഡ് ആവുമ്പോൾ തന്നെ നമ്മളുടെ വിഷമങ്ങൾ ഒരു പരിധി വരെ കുറയും എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇതെല്ലാം നിങ്ങൾ സഹിച്ചിങ്ങനെ പോരേണ്ട ചില കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമത്തിന്റെ കാഠിന്യം കുറയും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെൽഫ് ലവ് ചെയ്യാൻ പറ്റും. ഇവർ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി കാണുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു ഡബിൾ മൈൻഡ് എല്ലാം പോയിക്കോളും. നിങ്ങൾ കൂടുതലായിട്ട് ഇവരെ ആശ്രയിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇവർക്ക് പോലും, ചിലവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, അവരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ച് ഓടി ഉൾവലിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് നിൽക്കരുത്. നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്താണോ അതിനെയാണ് അവർ സ്നേഹിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിലേക്ക് കുറച്ച് കടമ്പകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പം നമുക്കിവിടെ കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് വിർഗോയാണ്. ആലപ്പുഴ നമ്പർ 15, നമ്പർ 23, UNA number 3, August month, Leo, Z number 20, the letter D, Cancer, Kannur, Taurus, letter T, and finally letter X. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് സഫറിങ് ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊന്നും കഷ്ടപ്പെടാതെ വെറുതെ കിട്ടില്ലല്ലോ. ഒരു സാധനം നമുക്ക് അധ്വാനിക്കാതെ വെറുതെ കിട്ടില്ല. അപ്പോൾ കുറച്ച് അധ്വാനങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വിസ്ഡം വരേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു ഈഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ എന്നുള്ള ഭാവം ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് പോവേണ്ടതായിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവും സിംപ്ലിസിറ്റിയും ഒക്കെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്ത്, നിങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത പോലെയല്ല, നിങ്ങൾ വളരെ വിലപ്പെട്ട ഒരു ലൈഫാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും. എവിടെ പോയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ലൈഫും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർക്കംസ്റ്റാൻസസ് ഒക്കെ മോശമാണെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.